നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനൻ പ്രദേശത്തിനുള്ളിൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഇസ്ലാമിക് നേതാവ് കൊല്ലപ്പെട്ടതായ സൂചന. നാവികസേനയുടെ തലവൻ അനസ് മുറാദിനെ IDF-ഉം ഷിൻബെറ്റും കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു ഭീകരനെ വധിച്ചതായി IDF അവകാശപ്പെട്ടു. അതിനിടെ ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു കരാർ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും ഉടനടി മാനുഷിക വെടിനിർത്തലും നടത്തുന്നതിനിടെ നെതന്യാഹുവിന്റെ ഉടമ്പടി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് മൊസാദ് മേധാവി. ആയുധധാരികളായ ആരെയും വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുതെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യത്തിൽ ധാരണയിലെത്താൻ ഏറെ സമയമെടുക്കുമെന്ന് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ കാബിനറ്റ് മന്ത്രിമാരോട് പറഞ്ഞു. ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന നിർണായക ബഫർ സോണിന്റെ നിയന്ത്രണം IDF നിലനിർത്തണമെന്ന് നെതന്യാഹു നിർബന്ധിക്കുന്നു. ആ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ ഹമാസ് ആദ്യം വിസമ്മതിച്ചു. ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കണമെന്നും ഫിലാഡൽഫി ഇടനാഴി ഉൾപ്പെടെ ഗാസ മുനമ്പിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും ഷഠിച്ചു. പിന്നീട് ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയ അംഗീകരിക്കുകയും ചെയ്തു. അതിനിടെ ഏകദേശം 33 മുതൽ 18 വരെ ബന്ദികളെ ഒന്നാം ഘട്ടത്തിൽ മോചിപ്പിക്കുകയും യുദ്ധത്തിന് വിരാമം ഇട്ട് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ സുരക്ഷാ തടവുകാരെയും തീവ്രവാദികളെയും മോചിപ്പിക്കുകയും ചെയ്യാം. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒന്നാം ഘട്ടത്തിന്റെ 16-ാം ദിവസം സ്ഥിരമായ വെടിനിർത്തൽ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിക്കും. നെതന്യാഹു പറയുന്നതനുസരിച്ച് ഹമാസ് 29 മാറ്റങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നെതന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറിയത്. ഫലസ്തീൻ സായുധ സംഘടനയെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണെന്ന് തുറന്നടിച്ചത്. നെതന്യാഹുവിനെ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി റദ്ദു ചെയ്യുന്നു എന്നായിരുന്നു സൈനിക വക്താവിന്റെ തുറന്നു പറച്ചിൽ. ഇസ്രായേലി സൈന്യത്തിന്റെ ഉൾപ്പെടെ കാര്യങ്ങൾ നെതന്യാഹുവിന് എതിരായി മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ഡാനിയൽ ഹഗാരിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. ഒപ്പം ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അവർക്ക് വലിയ ധൈര്യം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നിയമത്തിന് അതീതരായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. മറ്റ് പല രാജ്യങ്ങളോടുള്ള സമീപനം പോലെ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരാറില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധങ്ങളും നൽകുന്നതിൽ അമേരിക്ക ആമാന്തിച്ചിട്ടില്ല. ഓരോ വർഷവും നൽകുന്ന $330 കോടി പുറമെയാണ് നിലവിലെ സഹായങ്ങൾ. വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ശീലമാണ്. ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഹമാസിനെ നശിപ്പിക്കുകയെന്ന സൈനിക വക്താവ് പോലും എഴുതിത്തള്ളുന്ന ലക്ഷ്യത്തിന് പിന്നിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടിയുള്ള നെതന്യാഹുവിന്റെ തന്ത്രമാണിത്. ആക്രമണം നീണ്ടുപോവുകയും അത്രയും കാലം പ്രധാനമന്ത്രിയെ തുടരാൻ സഹായിക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ ഭരണകൂടമെന്ന് ബ്രസീലും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ 100 കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷം അംഗീകരിക്കാനാകാത്തതാണ്. കുട്ടികളും വയോധികരും സ്ത്രീകളും എല്ലാം താമസിച്ചിരുന്ന ടെന്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 90-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 300-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.